ഹലോ ഫോർലിംഗോ ഫോറിൻ ലാംഗ്വേജ് അക്കാഡമിയുടെ 30 ഡേ ചലഞ്ചിൻ്റെ ഭാഗമായിട്ടുള്ള പ്രീവിയസ് ഇയറിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ഡിസ്കഷനാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 4ാമത്തെ ദിവസമായുള്ള ഡേ 4 ചലഞ്ചിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നോക്കാം എന്താണ് ക്വസ്റ്റ്യൻ എന്നുള്ളത്. ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. ഐഡന്റിഫൈ ദ ഫിഗർ ആൻഡ് മൂഡ് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. ആൾ സോഡിയം സാൾട്ട്സ് ആർ വാട്ടർ സോല്യൂബിൾ സബ്സ്റ്റൻസ്, ആൾ സോപ്സ് ആർ സോഡിയം സാൾട്ട്, therefore all soaps are water soluble substance. ഓപ്ഷൻസ് ആയിട്ട് വന്നിട്ടുള്ളത് എ ഇ ഐ സെക്കൻഡ് ഫിഗർ, എ തേർഡ് ഫിഗർ, ഓപ്ഷൻ 3 എന്ന് പറയുന്നത് ഐ എ ഫോർത്ത് ഫിഗർ, ഓപ്ഷൻ 4 എന്ന് പറയുന്നത് എ ഫസ്റ്റ് ഫിഗർ. എന്തായിരിക്കും ഇതിൻ്റെ ആൻസർ? എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ഇതിൻ്റെ ആൻസർ അറിയുന്നവർ താഴെ കമൻറ്റ് ചെയ്യുക. ലോജിക്കൽ റീസണിങ്ങിനകത്തുള്ള മൂഡ് ആൻഡ് ഫിഗർ എന്നൊരു ഏരിയ ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഇത്. മൂഡ് ആൻഡ് ഫിഗർ എന്നുള്ളത് റീസെൻറ്റ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പ്രത്യേകിച്ച് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കഴിഞ്ഞിട്ടുള്ള ഡിസംബർ സെഷനിൽ ഒരുപാട് ക്വസ്റ്റ്യൻ ഇത് ഈ മൂഡ് ആൻഡ് ഫിഗർ എന്നുള്ള ഏരിയ എന്ന് ചോദിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ്, മൂഡ് ആൻഡ് ഫിഗറുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് ക്രാക്ക് ചെയ്യുന്നത് എന്ന് നോക്കാം. ഇത് പറഞ്ഞിരിക്കേണ്ടത് എന്താണ് മൂഡ് ആൻഡ് ഫിഗർ എന്നുള്ളത്. മൂഡ് ആൻഡ് ഫിഗർ ഈസ് എ വേ ടു ഡിസ്ക്രൈബ് ദ സ്ട്രക്ചർ ഓഫ് എ കാറ്റഗോറിക്കൽ സില്ലോജിസം. ഒരു കാറ്റഗോറിക്കൽ സില്ലോജിസം എങ്ങനെയാണ് എന്ന് ഡിസ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ സ്ട്രക്ചറാണ്, അതിൻ്റെ ഒരു സ്ട്രക്ചറാണ് മൂഡ് ആൻഡ് ഫിഗർ എന്നുള്ളത്. രണ്ട് കാര്യങ്ങളാണ് അതിനകത്തുള്ളത്. ഒന്ന്, മൂഡ് എന്ന് പറയുന്നതാണ് ആദ്യത്തെ ഒരു കാര്യം. ഡിസ്ക്രൈബ് ദ ടൈപ്പ് ഓഫ് സ്റ്റേറ്റ്മെന്റ് യൂസ്ഡ് ഇൻ ദി മേജർ പ്രിമൈസ്, മൈനർ പ്രിമൈസ് ആൻഡ് കൺക്ലൂഷൻ. മൂഡ് എന്ന് പറയുന്നത് എന്ത് ടൈപ്പ് സ്റ്റേറ്റ്മെന്റ് ആണ് മേജർ പ്രിമൈസസിലും മൈനർ പ്രിമൈസസിലും കൺക്ലൂഷനിലും വന്നിട്ടുള്ളത് എന്നുള്ളതാണ് മൂഡ് പറയുന്നത്. നെക്സ്റ്റ് വൺ ആണ് ഫിഗർ എന്നുള്ളത്. ഫിഗർ ഡിസ്ക്രൈബ് ദ അറേഞ്ച്മെന്റ് ഓഫ് ദി ടേംസ് ഇൻ ദ പ്രൊപ്പോസിഷൻ. പ്രൊപ്പോസലിൽ വന്നിട്ടുള്ള ടേംസിനെ എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്, അതിന്റെ പൊസിഷൻ എന്താണ് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ വരുന്നതാണ് ഫിഗർ എന്നുള്ളത്. സോ ഓർത്തിരിക്കുക, രണ്ട് കാര്യങ്ങളാണ് അതിനകത്തുള്ളത്. മൂഡ് എന്ന് പറയുന്നത് എന്ത് ടൈപ്പ് സ്റ്റേറ്റ്മെന്റ് ആണ് വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ എന്ത് ടൈപ്പ് പ്രിമൈസ് ആണ് വന്നിട്ടുള്ളത്, മേജർ പ്രിമൈസ്, മൈനർ പ്രിമൈസ്, കൺക്ലൂഷന്, അത് എന്ത് ടൈപ്പാണ് എന്നുള്ളതാണ് മൂഡ് എന്ന് പറയുന്നത്. ഫിഗർ എന്ന് പറയുന്നത് അതിൻ്റെ അറേഞ്ച്മെന്റ് എങ്ങനെയാണ് എന്നുള്ളത്, അതിനകത്തുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ടേംസ് ആയിട്ടുള്ള മേജർ ടേം, മൈനർ ടേം, മിഡിൽ ടേം എന്നുള്ള ടേംസ് എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഫിഗർ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. സോ ഏതൊരു പ്രൊപ്പോസൽ എടുക്കുകയാണെങ്കിലും അതിന് 4 ടൈപ്പ് സ്റ്റേറ്റ്മെന്റ് ആണ് ഉള്ളത്. 4 ടൈപ്പ് എന്ന് പറയുന്നത് ആദ്യത്തെ ഒരു ടൈപ്പാണ് യൂണിവേഴ്സൽ അഫർമേറ്റീവ് സ്റ്റേറ്റ്മെന്റ് ഡിനോട്ടഡ് ബൈ എ എന്നുള്ള ലെറ്റർ വെച്ച് ഡിനോട്ട് ചെയ്ത യൂണിവേഴ്സൽ അഫർമേറ്റീവ് സ്റ്റേറ്റ്മെന്റ്. ദെൻ അടുത്തൊരു സ്റ്റേറ്റ്മെന്റ് ആണ് യൂണിവേഴ്സൽ നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ഡിനോട്ടഡ് ബൈ ഇ എന്നുള്ള ആൽഫബറ്റ് വെച്ച് ഡിനോട്ട് ചെയ്യുന്ന യൂണിവേഴ്സൽ നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ്. ദെൻ അടുത്തൊരു ടൈപ്പ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഐ എന്നുള്ളതാണ്, അത് പർട്ടിക്കുലർ പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ്. ദെൻ അടുത്തൊരു ടൈപ്പ് സ്റ്റേറ്റ്മെന്റ് ആണ് ഒ എന്നുള്ളത്. ഒ എന്ന് പറയുന്നത് പർട്ടിക്കുലർ നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഇങ്ങനെ 4 ടൈപ്പ് എ ഇ ഐ ഒ എന്ന് ഡിനോട്ട് ചെയ്യുന്ന AEIO എന്നുള്ള 4 ടൈപ്പ് മൂഡാണ് ഉള്ളത്, 4 ടൈപ്പ് സ്റ്റേറ്റ്മെന്റ് ആണുള്ളത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മൂഡ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അടുത്തൊന്നാണ് ഫിഗർ എന്നുള്ളത്. ഫിഗർ എന്ന് പറഞ്ഞത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ടേംസ് എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് ഫിഗർ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. സോ എങ്ങനെയാണ് നമ്മൾ ഫിഗർ ഐഡന്റിഫൈ ചെയ്യുന്നത് നോക്കാം. ഓക്കെ, 4 ടൈപ്പ് ഫിഗർ ആണുള്ളത്. ആ ഒരു ഫിഗറിനെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്ന സ്ട്രക്ചറാണിത്. ഫിഗർ 1, ഫിഗർ 2, ഫിഗർ 3 ആൻഡ് ഫിഗർ 4 എന്നുള്ളത്. ഈ ഒരു സ്ട്രക്ചറിലാണ് ഫിഗേഴ്സിനെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇതാണ് അതിൻ്റെ 4 ടൈപ്പ് ഫിഗർ എന്നുള്ളത്. ആദ്യത്തെ ഒരു ഫിഗർ 1 എന്ന് പറയുന്നത് മിഡിൽ ടേം എന്നുള്ളത് ആദ്യത്തെ ടൈപ്പ് പ്രൊപ്പോസലിന്റെ, മേജർ പ്രൊപ്പോസിഷന്റെ സബ്ജക്റ്റ് ആയിട്ടും മൈനർ പ്രൊപ്പോസിഷന്റെ പ്രെഡിക്കേറ്റ് ആയിട്ടും വരുന്ന ടൈപ്പ് സ്റ്റേറ്റ്മെന്റ് ആണ് ഫസ്റ്റ്. ആ ഒരു ഫിഗറാണ് ഫിഗർ 1 എന്നുള്ളത്. ഓർത്തിരിക്കുക, അതിൻ്റെ ഒരു പൊസിഷൻ എന്നുള്ളത് ഈ ഒരു പൊസിഷൻ ആയിരിക്കും. ആദ്യത്തെ പ്രിമൈസസിന്റെ സബ്ജക്റ്റും രണ്ടാമത്തെ പ്രിമൈസസിന്റെ പ്രെഡിക്കേറ്റും ആയിട്ട് വരുന്നതാണ് ഫിഗർ 1 എന്നുള്ളത്. അടുത്തൊരു ഫിഗർ എന്ന് പറയുന്നത് ഫിഗർ 2 ആണ്. ഫിഗർ 2 എന്ന് പറയുന്നത് രണ്ട് ടൈപ്പ് സ്റ്റേറ്റ്മെന്റിലും അതെന്തായിരിക്കും, പ്രെഡിക്കേറ്റ് ആയിട്ട് വരുന്നത്. പ്രെഡിക്കേറ്റ് ആയിരിക്കും, 2 ടൈപ്പിലും പ്രെഡിക്കേറ്റ് ആയിട്ട് വരുന്നതാണ് സെക്കൻഡ് ഫിഗർ എന്ന് പറയുന്നത്. തേർഡ് ഫിഗർ എന്ന് പറയുന്നത് 2 പ്രപ്പോസലും അത് സബ്ജക്റ്റ് ആയിട്ടാണ് വരിക. സബ്ജക്റ്റ് ആയിട്ട് വരുന്നതാണ് തേർഡ് ഫിഗർ എന്നുള്ളത്. അതാണ് ഇവിടെ റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത്. ഈ എം എന്ന് റെപ്രസെന്റ് ചെയ്തിട്ടുള്ളതാണ് മിഡിൽ ടേം. മിഡിൽ ടേം എന്ന് പറയുന്നത് കോമൺ ആയിട്ട് വരുന്ന ആ ഒരു ടേമാണ്. ആ ടേം എന്ന് പറയുന്നത് 2 പ്രപ്പോസിഷനിലും അത് സബ്ജക്റ്റ് ആയിരിക്കും എന്നുള്ളതാണ്. ദെൻ ഫോർത്ത് ഫിഗർ എന്ന് പറയുന്നത് ആദ്യത്തെ
മേജർ പ്രിമൈസസിൻ്റെ പ്രെഡിക്കേറ്റും രണ്ടാമത്തെ ഇതിൻ്റെ സബ്ജക്റ്റും ആയിരിക്കും എന്നുള്ളതാണ്. സോ ആ ഒരു പൊസിഷനിൽ വരുന്നതാണ് ഫോർത്ത് ഫിഗർ എന്നുള്ളത്. ഇതാണ് 4 ടൈപ്പ് ഫിഗർ എന്നുള്ളത്. അതിന് ഈസി ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു റെപ്രസെൻറ്റേഷൻ ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഓർത്തിരിക്കുക, ഈ ഒരു സ്ട്രക്ചർ കാണുമ്പോൾ തന്നെ അതിൻ്റെ പൊസിഷൻ നമുക്ക് ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. സോ ഇങ്ങനെ വരുന്ന 4 ടൈപ്പ് ഫിഗറാണ് മൂഡ് ആൻഡ് ഫിഗർ എന്ന് പറയുന്ന ലോജിക്കൽ റീസണിങ്ങിനകത്തുള്ള ആ ഒരു ഏരിയയിലുള്ളത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഒരു ക്വസ്റ്റ്യൻ്റെ മൂഡും ഫിഗറും ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഇനി നമ്മൾ ആ ഒരു ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ, ഐഡൻറ്റിഫൈ ദ ഫിഗർ ആൻഡ് മൂഡ് ഓഫ് ദി ഫോളോവിങ് സ്റ്റേറ്റ്മെൻറ്റ്. തന്നിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റിൻ്റെ മൂഡ് ആൻഡ് ഫിഗർ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. ആദ്യത്തെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ആൾ സോഡിയം സാൾട്ട്സ് ആർ വാട്ടർ സോല്യൂബിൾ സബ്സ്റ്റൻസ്, ആൾ സോപ്സ് ആർ സോഡിയം സാൾട്ട്, ദെർഫോർ ആൾ സോപ്സ് ആർ വാട്ടർ സോല്യൂബിൾ സബ്സ്റ്റൻസ്. ഇതാണ് ഇതിൻ്റെ മേജർ പ്രിമൈസ്, ഇതാണ് ഇതിൻ്റെ മൈനർ പ്രിമൈസ്, ഇതാണ് ഇതിൻ്റെ കൺക്ലൂഷൻ. നോക്കാം എന്തായിരിക്കും ആദ്യത്തെ ഒരു ടൈപ്പ് സ്റ്റേറ്റ്മെൻറ്റ്. എന്ത് ടൈപ്പ് സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു? ആൾ സോഡിയം സാൾട്ട് എന്ന് പറയുന്നത്. ആൾ സോഡിയം സാൾട്ട് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, അതൊരു യൂണിവേഴ്സൽ അഫർമേറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ്, എ എന്നുള്ള ലെറ്റർ ഡിനോട്ട് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ആൾ സോപ്സ് ആർ സോഡിയം സാൾട്ട് എന്നുള്ളതാണ്. ആൾ എന്നുള്ളത് നമ്മൾ പറഞ്ഞു യൂണിവേഴ്സൽ അഫർമേറ്റീവ് ആണ്, എ വെച്ച് ഡിനോട്ട് ചെയ്യുന്നു. കൺക്ലൂഷൻ എന്ന് പറയുന്നത് ആൾ സോപ്സ് ആർ വാട്ടർ സോല്യൂബിൾ സബ്സ്റ്റൻസ് എന്നുള്ളതാണ്. ആൾ സോപ്സ് എന്ന് പറയുന്നത് വീണ്ടും അതൊരു യൂണിവേഴ്സൽ അഫർമേറ്റീവ് ടൈപ്പ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. സോ അതിൻ്റെ മൂഡ് എന്തായിരിക്കും? എ എ എ ഇതാണ് ഇതിൻ്റെ മൂഡ് എന്നുള്ളത്. ഇനി ഫിഗർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞു മിഡിൽ ടേമിൻ്റെ പൊസിഷൻ്റെ അടിസ്ഥാനത്തിൽ. മിഡിൽ ടേം എന്ന് പറയുന്നത് 2 സ്റ്റേറ്റ്മെൻറ്റിലും കോമൺ ആയിട്ട് വരുന്ന ടേമാണ് മിഡിൽ ടേം എന്നുള്ളത്. സോ നമ്മൾ 2 സ്റ്റേറ്റ്മെൻറ്റും ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കോമൺ ആയിട്ട് വരുന്ന ടേം ഏതായിരിക്കും? സോഡിയം സാൾട്ട് എന്നുള്ളതായിരിക്കും. സോഡിയം സാൾട്ട് എന്നുള്ളത് 2 പ്രൊപ്പോസലിനും കോമൺ ആയിട്ട് വന്നിട്ടുള്ളതാണ് സോഡിയം സാൾട്ട് എന്നുള്ളത്. സോ അതാണ് അതിൻ്റെ മിഡിൽ ടേം എന്നുള്ളത്. മിഡിൽ ടേമിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഫിഗർ ഐഡൻറ്റിഫൈ ചെയ്യുക എന്ന് പറഞ്ഞു. ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ അത് സബ്ജക്റ്റും രണ്ടാമത്തേൽ പ്രെഡിക്കേറ്റും ആയിട്ട് വരികയാണെങ്കിൽ അത് എന്ത് ഫിഗർ ആയിരുന്നു? നേരെ ഇങ്ങനെ വരച്ചു നോക്കുക, അതിനപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഏത് ഫിഗർ ആയിരുന്നു അത്. നമ്മൾ നേരത്തെ ഫിഗർ ഐഡൻറ്റിഫൈ ചെയ്തതിൽ ഫസ്റ്റ് ഫിഗർ ആയിരുന്നു. ഫസ്റ്റ് ഫിഗർ ആകുമ്പോഴാണ് എന്ത് ആദ്യത്തെ സബ്ജക്റ്റും രണ്ടാമത്തേൻ്റെ പ്രെഡിക്കേറ്റും ആയിട്ട് വരുന്നത്.